ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സമ്മറി നോട്ട്സ് ഓൺ റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഈ സിങ്കിങ് ഫണ്ട്, ഫസ്റ്റ് സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നോക്കാം. സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത്, അപ്പോൾ നമ്മളൊരു 10 ഇയർ മെച്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ 10 ഇയർ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു ലയബിലിറ്റി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വർഷവും 1 കോടി വെച്ച് ഒരു സിങ്കിങ് ഫണ്ട് പോലെ സെപ്പറേറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് മെച്യൂരിറ്റി പീരീഡ് വരാൻ നേരത്ത് എളുപ്പമായിരിക്കും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. എ സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ബൈ എ കമ്പനി ഓർ ഗവൺമെൻറ് ടു സെറ്റ് അസൈഡ് മണി ഓവർ ടൈം ടു റീപേ ഡെപ്റ്റ് ഓർ റീപ്ലേസ് ആൻ അസറ്റ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഡെപ്റ്റ് ആവാം, അല്ലെങ്കിൽ അസറ്റ് റീപ്ലേസ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇറ്റ് എൻഷുർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് അവോയ്ഡ് ലാർജ് ഫിനാൻഷ്യൽ ബർഡൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഒറ്റയടിക്ക് 10 കോടി പോകുന്നതും അല്ലെങ്കിൽ ഓരോ വർഷവും 1 കോടി വെച്ച് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടു റീപേ ബോൺസ്, പിന്നെ റെഡ്യൂസ് ഫിനാൻഷ്യൽ റിസ്ക്, പിന്നെ ടു ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസ് ടു ആൻ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 ഉണ്ട്. ഇപ്പോൾ 10 കോടി 10 വർഷത്തേക്കാണ്. അപ്പോൾ 1 കോടി വെച്ച് ഒരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റിയിടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ FD ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ FDയുടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അടുത്തത് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഡിവിഡൻ്റായിട്ട് കൊടുക്കാതെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ മാറ്റുന്നതിനാണ് റിസർവ് എന്ന് പറയുന്നത്. ടു മീറ്റ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്, ലയബിലിറ്റീസ് ആൻഡ് ബിസിനസ് എക്സ്പാൻഷൻ നീഡ്. അപ്പോൾ റിസർവ് 3 തരമുണ്ട്. ഒന്ന് ജനറൽ റിസർവ്, ഫ്യൂച്ചർ ബിസിനസ് നീഡ്സിന് വേണ്ടി മാറ്റുന്നതിനാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. പിന്നെ സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടി, ഇപ്പോൾ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ പേരിൽ മാറ്റുന്നതിനാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്. നമുക്കിപ്പോൾ സെയിൽ ഓഫ് അസറ്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ അസറ്റ് ചെയ്യാൻ നേരത്തെ മാറ്റി വരുന്നതിനാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. അടുത്തത് റവന്യൂ റിസർവ് എന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് ചെയ്ത് നോർമൽ ബിസിനസ് ഓപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അടുത്തതാണ് റിസർവ് ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർവ് തന്നെ സെപ്പറേറ്റ് ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് നോർമൽ റിസർവ് നമ്മുടെ ഫിനാൻഷ്യൽ നമ്മുടെ ബാലൻസിൽ തന്നെ ഉണ്ടാവും. പക്ഷേ റിസർവ് ഫണ്ട് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ഒരു അസറ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. അതിനാണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസർവ് ടു കെപ്റ്റ് വിത്ത് കമ്പനി അക്കൗണ്ട്സിൽ തന്നെ കീപ്പ് ചെയ്യും. റിസർവ് ഫണ്ട് അത് സെപ്പറേറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. അടുത്തതാണ് സീക്രട്ട് റിസർവ്. ഇപ്പോൾ അത് ഇല്ലീഗലാണ്, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത് നമ്മളെ അസറ്റ് ഒരു ഇൻറ്റൻഷനലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കണം. ഒന്നല്ലെങ്കിൽ നമ്മുടെ അസറ്റ് ലയബിലിറ്റി കൂടുതൽ കാണിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുതൽ കാണിക്കും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനെയാണ് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല, അത് ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യും. ഒന്നല്ലെങ്കിൽ നമ്മൾ ഹൈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും, അപ്പോൾ പ്രോഫിറ്റ് കുറയും. പിന്നെ സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി കൂടുതൽ കാണിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ലോസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് ഡിസഡ്വാൻറ്റേജാണ്, കാരണം അത് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവെസ്റ്ററിനെ, ഷെയർ ഹോൾഡേഴ്സിനെ അവർ മിസ്യൂസ് ചെയ്യണം. കാരണം ആക്ച്വലി ഒരു പ്രോഫിറ്റ് 100 കോടി ഉണ്ടാവും, പക്ഷേ അവർ ഡിസ്ക്ലോസ് ചെയ്യണത് 20 കോടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ ഇല്ലീഗലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എ സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് പ്രൈമറി ടു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, ടു പേ ലയബിലിറ്റീസ് ഓർ റീപ്ലേസ് അസറ്റ് ഇൻ ഫ്യൂച്ചറിൽ പെട്ടെന്നൊരു ബർഡൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റിസർവ്. അപ്പോൾ ഇതിനകത്ത് റിസർവിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഫിക്സ്ഡ് റിസർവാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പിന്നെ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിസർവ് ഫണ്ട് ആൻഡ് റിസർവ് ആൻഡ് എ റിസർവ് ഫണ്ട്. റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് എ പ്രോഫിറ്റ്, വേറെ റിസർവ് ഫണ്ട് ഈസ് ട്രാൻസ്ഫർ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഹൗ ഈ സീക്രട്ട് റിസർവ് ഈസ് ക്രിയേറ്റഡ്. സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുക ഒന്നല്ലെങ്കിൽ അണ്ടർ വാല്യൂ ഓഫ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, അങ്ങനെയൊക്കെയാണ് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് വിറ്റ് കിട്ടുന്നതിനാണ് പറയുന്നത്. അടുത്തത് സീക്രട്ട് റിസർവ്സ് ആർ ടിപ്പിക്കലി ക്രിയേറ്റഡ് ബൈ any organism under strengthening its financial position. Which of the following statement about a sinking fund is true? A sinking fund is usually to gradually set aside money for future obligation. നമുക്കറിയാം സിങ്കിങ് ഫണ്ട് ഫ്യൂച്ചറിലെ ഒബ്ലിഗേഷൻ ഒരു സമ്മറി കിട്ടാൻ വേണ്ടിയാണ്. വിച്ച് റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ ക്യാപിറ്റൽ പ്രോഫിറ്റ് ചെയ്ത് ക്യാപിറ്റൽ റിസർവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
റിസർവ് ഫണ്ട് യൂഷ്വലി ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലായിരിക്കും റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്, നോർമൽ റിട്ടേൺ കിട്ടും. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ മെയിൻറ്റെയിനിങ് എ സീക്രട്ട് റിസർവ്? ടു ക്രിയേറ്റ് ഹൈഡ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. സീക്രട്ട് റിസർവ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമുക്ക് പുറത്ത്, ചിലപ്പോൾ ഉള്ളിൽ പണക്കാരനായിരിക്കും പക്ഷേ പുറമേൽ പാവപ്പെട്ടനും പോലെ നിൽക്കും. ആ ഒരു പരിപാടിയാണ് സീക്രട്ട് റിസർവ്. പക്ഷേ അതിപ്പോൾ ഇല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇല്ല എന്നല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ അക്കൗണ്ടിങ് പോളിസിക്കൊക്കെ എതിരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റിസർവ് നിന്നൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ നോട്ട്സ് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ക്ലാസ്സസ് മിസ്സാകാതെ ലഭിക്കും.